റാപ്പിഡ് ഫയർ റൗണ്ട്. നാട് ഓടുമ്പോൾ സിനിമ നെടുവേ ഓടുവാണോ അതോ സിനിമ ഓടുമ്പോൾ നാട് നെടുവേ ഓടുവാണോ? നാട് ഓടുമ്പോൾ സിനിമ നടുവടി ഓടുകയാണ്. അതെ. ഓക്കെ, ട്രൂ ഓർ ഫാൾസ് പറയണം ഫോർ ദീസ് തിങ്സ്. ഹണിബി, ഇതിഹാസ ഈ സിനിമകളുടെ ഒക്കെ കണ്ടന്റ്, അതായത് കള്ള്, കഞ്ചാവ്, സിഗരറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇതൊക്കെ ഒരു പരിധി വരെ നമ്മുടെ നാട്ടിന്റെ സ്ഥിതി കാരണം വരുന്നതാണ് സിനിമയിൽ. ഇതെല്ലാം എല്ലാ കാലത്തുള്ള സാധനങ്ങളാണ്. കള്ളും സിഗരറ്റും ബാക്കി എല്ലാ പുകയില ഉൽപ്പന്നങ്ങളും എല്ലാം പണ്ട് തൊട്ട് ഉള്ള സംഭവങ്ങളാണ്. സോ ആനുകാലിക പ്രാധാന്യമുള്ള എല്ലാ സിനിമയിലും നമുക്കിപ്പോൾ ഒരു പ്രോപ്പർ ഒരു സാധനം നമുക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടേഴ്സിനെ നമുക്ക് പ്രോപ്പറായിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ അവരത് കാണിക്കേണ്ടി വരുമായിരിക്കും. ആ ക്യാരക്ടേഴ്സിന് വേണ്ടി വരുന്നതാണ്. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ പ്രഷറൈസ് ചെയ്ത് ഇതിനു വേണ്ടി കള്ളിന് വേണ്ടി ഒരു സിനിമ എന്ന് പറഞ്ഞ് ചെയ്യുന്നല്ലോ ഒരിക്കലും. അല്ലല്ല. ഇപ്പോൾ ഫോർട്ട് കൊച്ചി ഹണീബി നമ്മൾ ചെയ്യുമ്പോൾ ഫോർട്ട് കൊച്ചിയിലെ കുറേ അടിച്ചു പൊളിച്ചടക്കുന്ന പിള്ളേർ തന്നെ കാണിക്കുമ്പോൾ നമുക്ക് അവർ ഇടയ്ക്ക് ധ്യാനത്തിൽ പോയിട്ട് അടിച്ചു പൊളിച്ച് കാണിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കള്ളു കുടിക്കണമായിരിക്കും ഒരുമിച്ച് ഇരുന്നിട്ട്. അതുകൊണ്ടാണ്. ഓക്കെ, ബാലു അഭിനയിച്ച ഈ റോൾസ്, ഈ സിനിമകൾ സെൻസ് റോങ് മെസ്സേജ് ടു യങ്സ്റ്റേഴ്സ്? നോ 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 നോ, ഫാൾസ്. ഫാൾസ്. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ലോകത്തുള്ള എല്ലാവർക്കും സിനിമ കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ കള്ളെന്ന് പറഞ്ഞ് കുടിക്കുന്നത് കള്ളല്ല, ആപ്പി ഫിസോ അല്ലെങ്കിൽ കൊക്കക്കോളയിൽ വെള്ളം നിറച്ചിട്ടാണെന്നോ നമുക്ക് അറിയില്ലല്ലോ. എല്ലാവർക്കും അറിയാം. അതെല്ലാവർക്കും അറിയാം. അത് ചുമ്മാ മറ്റേ അയ്യോ എനിക്കറിയില്ല എന്ന് നിങ്ങളിപ്പോൾ പറയുന്ന പോലെ പറയുന്നതായിരിക്കും. എല്ലാവർക്കും അറിയാം. സോ അത് ഒരു റോങ് മെസ്സേജ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല, ചിലപ്പോൾ തോന്നാറുണ്ട് എൻ്റെ കഴിവിനൊത്ത റോൾസ് ഇനിയും വരാനിരിക്കുന്നുണ്ട്. വരും. യെസ്, ട്രൂ. എന്ത് ടൈപ്പ് ഓഫ് റോൾസ് ആണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് ഞാനൊരു കാര്യം പറയാം. എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്കൊരു ഒരു നല്ല നടനാവണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. എല്ലാവരും കൊണ്ട് നല്ല ഇയാൾ നന്നായിട്ട് അഭിനയിക്കും എന്ന് പറയുന്ന ഒരു നടനാവണമെന്നാണ്. എനിക്ക് പല രീതിയിലുള്ള റോൾസ് ചെയ്തു നോക്കണമെന്നുണ്ട്. സോ ഇതൊന്നുമില്ല, നമുക്ക് പല രീതിയിലും ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലുണ്ട്. വരും. ഓക്കെ, ഇത്രയും നാളും ചെയ്ത റോൾസിൽ ഏറ്റവും മോസ്റ്റ് ചാലഞ്ചിങ് റോൾ? അല്ലെന്നേ, എല്ലാ റോൾസും പല രീതിയിൽ ചാലഞ്ചിങ് ആണ്. ഇപ്പോ അത് എന്താണ് അതിന്റെ ഒരു ഇപ്പൊ ചാലഞ്ച് നമ്മൾ എടുക്കണ പോലെ ഇരിക്കും. കാര്യം ഈ പടത്തിൽ ഇപ്പോൾ വലിയ വലിയ ആൾക്കാരുടെ കൂടെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ദിലീപ് ഏട്ടൻ ഒരാളുടെ കൂടെയാണ് ഞാൻ കൂടെ നിന്നിട്ട് ഇത്രയും നേരം നമ്മൾ പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് അത് വലിയൊരു സംഭവമായിരിക്കും. അതെങ്ങനെ അങ്ങനെ ഒരു സംഭവം ചെയ്യുക? അല്ലെങ്കിൽ ചിലപ്പോൾ ചില റോൾസ് ചെയ്യണമായിരിക്കും ചിലവർക്ക് ബുദ്ധിമുട്ട്. ചിലപ്പോൾ ഒരു വയസ്സനായിട്ട് ചെയ്യണ അതായിരിക്കും ചിലപ്പോൾ ചിലവർക്ക് ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നത്. എൻ്റെ മോസ്റ്റ് ചാലഞ്ചിങ് റോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ഞാൻ ഭയങ്കരമായ ഒരു സംഭവങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ അത്രയും വലുതായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇനി ഞാൻ അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ എൻ്റെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാനത് പറയാം, ഞാൻ ആ ചാലഞ്ചിങ് റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പറയില്ല. അതാണല്ലോ നമുക്ക് ഇനിയും ഉയർന്നങ്ങളിലേക്ക് എത്തണം എന്നുള്ള എല്ലാവരും ആഗ്രഹം. ഒരു ഗുഡ് റോൾ വിത്ത് സ്മോൾ സ്ക്രീൻ സ്പേസ് ഓർ എ റോൾ വിത്ത് ബിഗർ സ്ക്രീൻ സ്പേസ്? ഗുഡ് റോൾ വിത്ത് സ്മോൾ സ്ക്രീൻ സ്പേസ്. ഓക്കെ, ബാലു വർഗീസ് ഒരു സൂപ്പർ സ്റ്റാർ എന്ന ആഗ്രഹം ഡാഷ് ഉണ്ട് അല്ലേ? ഇല്ല. ആഗ്രഹിച്ചൂടെ? എനിക്ക് ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞു എനിക്ക് സൂപ്പർ സ്റ്റാർ ആവണം എന്ന് ഒട്ടും ആഗ്രഹമില്ല. എനിക്ക് എല്ലാരും കൊണ്ട് നല്ല നടനാണ് പുള്ളി. അതിന്റെ കൂടെ സൂപ്പർ സ്റ്റാർ ആയാൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആർക്കാണ് ആഗ്രഹമില്ലാത്തത് വലിയൊരു പൊസിഷനിലെത്താൻ? ഇപ്പൊ ഇതിന്റെയൊക്കെ ഈ ഒരു സിനിമയിലെ ഒരു ഏറ്റവും ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ലൊരു പോയിന്റ് ആണല്ലോ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് വെക്കണം. അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഇതില്ലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഭയങ്കര നുണയായി പോകും. ഞാൻ പറയുന്നില്ല, വേറെ ആൾക്കാർ പറഞ്ഞാണല്ലോ എൻ്റെ ഒരു രസം. അല്ലാണ്ട് നമ്മൾ തന്നെ ഞാൻ വലിയ കാര്യമായിട്ടൊക്കെ പറഞ്ഞ രസം ഉണ്ടാവില്ല. ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഈ സിനിമ എനിക്ക് ചെയ്യണം എന്ന് പറയാനുള്ള 3 ക്രൈറ്റീരിയ? ഞാൻ ഒറ്റ ക്രൈറ്റീരിയ നോക്കാറില്ല. ഈ പറഞ്ഞില്ലേ ആ ക്യാരക്ടറിന്റെ ആ പടത്തിനകത്തുള്ള ഡെപ്ത്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. ഇപ്പോൾ ചില പടത്തിലിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ ക്യാരക്ടറായിരിക്കും, ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാവും, പക്ഷെ ഒരു കാര്യം ഉണ്ടാവില്ല. കണ്ടിട്ട് നിങ്ങൾ ഇയാൾ പടത്തിലുണ്ടായിരുന്നു അത്രേ ഉള്ളൂ, പക്ഷെ ഇയാൾ അത്രയും ചെയ്തുള്ളൂ, പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരാളൊന്ന് ക്ഷയിക്കാൻ അത് തന്നെയാണ് ഏറ്റവും വലിയ അപ്രിസിയേഷൻ. ഒരു ഡയറക്ടറുടെ വർക്ക് ചെയ്തു, നെക്സ്റ്റ് ടൈം ആ ഡയറക്ടർ ഒരു സിനിമ എടുക്കുമ്പോൾ ബാലുവിനെ വിളിച്ചില്ല, വാട്ട് ഈസ് യുവർ റിയാക്ഷൻ? അങ്ങനെ ഒരു കുഴപ്പമില്ല. എന്താ കുഴപ്പം? എനിക്ക് പറ്റിയ ക്യാരക്ടർ ചിലപ്പോൾ അതിനകത്ത് ഉണ്ടാവില്ല, പക്ഷെ അതിന്റെ അടുത്ത പടത്തിൽ എന്നെക്കാട്ട് വലിയൊരു ക്യാരക്ടറിനെ കാത്തിരിക്കണുണ്ടാവും.
ചില ആക്ടേഴ്സ് ഇൻഫാക്ട് എസ്റ്റാബ്ലിഷ് ആയ ആക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, ഒരു ചാൻസ് ചോദിച്ച ഒരു ഡയറക്ടറെ വിളിക്കുന്നതിൽ മടി കാണിക്കണ്ട, അങ്ങനെ ഒരു ഈഗോന്റെ ആവശ്യമില്ല. യുവർ ടേക്ക്? അങ്ങനെ നമ്മൾ വിളിക്കുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ വിളിക്കാറ്, അങ്ങനെ എനിക്ക് ഒരു ചാൻസ് പടത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെയും വിളിച്ചിട്ടില്ല. പക്ഷെ അതൊക്കെ വരും, തന്നെ വരും. ഞാനങ്ങനെ ശരിക്കും ഈ പറഞ്ഞ ഈഗോന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഈഗോ എന്നുള്ള ആളല്ല. പക്ഷെ ഞാൻ അങ്ങനെ ഇതുവരെ വിളിച്ചിട്ടില്ല, വിളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ബാലു വർഗീസിന്റെ റോൾ മോഡൽ ആരാണ്? റോൾ മോഡൽ സിനിമയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ റോൾ മോഡൽ എൻ്റെ അങ്കിൾ തന്നെ, ലാലങ്കിൾ തന്നെയാണ്. ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടർ, ഒരു പ്രൊഡ്യൂസർ, എല്ലാ രീതിയിലും ഒരു നമ്മുടെ ഇൻഡസ്ട്രിയിൽ നന്നായിട്ട് നിൽക്കാൻ പറ്റിയ നല്ല സ്വഭാവമുള്ള ഒരു ആൾ, എൻ്റെ ലാലങ്കിളാണ്. ബാലുവിന്റെ ഹോബീസ് എന്തൊക്കെയാണ്? ഹോബീസ് പാട്ട് ഒരുപാട് കേൾക്കും. അതൊക്കെ വേണമെങ്കിൽ പാടും, പക്ഷെ ഇങ്ങനെ പാടില്ല, സത്യം പാടില്ല, ഞാൻ വെറുതെ പറഞ്ഞാണ്. പാട്ട് ഒരുപാട് കേൾക്കും, ഡാൻസ് കളിക്കില്ല. ഹോബീസ് എന്താന്നാ ചോദിച്ചേ, എന്തൊക്കെ അല്ലാന്നല്ലേ ചോദിച്ചേ? അങ്ങനെ ഒയ്യോ, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം സിനിമകളിൽ മാത്രമാണ്. സിനിമകളിൽ പാട്ട് കേൾക്കില്ല, അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചെയ്യണത്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല, ഫ്രീ ടൈം കൊണ്ട് വേറെ ഒന്നും ചെയ്യാറില്ല. അംബ്രോസ് എന്ന ക്യാരക്ടർ ഇൻ ഹണിബി ആണ് ശരിക്കും ബാലു വർഗീസ് എന്ന ആക്ടറിനെ ഈ സിനിമയിൽ ഇൻഡസ്ട്രിയിൽ മാപ്പ് ചെയ്തത്. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. അതെ. ഇപ്പോൾ അതിനു മുമ്പ് എൻ്റെ ക്യാരക്ടേഴ്സ് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നെങ്കിലും ആംബ്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പലരും അയ്യോ ആംബ്രോസ് ആയിരുന്നല്ലേ ആ ക്യാരക്ടർ ചെയ്തതെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഒരു റീച്ച് എത്തിച്ചു തന്നത് ഹനീബിയാണ്. ഹനീബി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പുറകെ പടങ്ങളും അത്യാവശ്യം വന്നു തുടങ്ങിയത്. അപ്പൊ അതിന് മുമ്പ് പടങ്ങളുണ്ടായിരുന്നു, എന്നാലും ഇത്രയും വലിയ ക്യാരക്ടേഴ്സ് വരുന്നില്ല, ചെറിയ ക്യാരക്ടേഴ്സ് ആയിരുന്നു വന്നത്. ആംബ്രോസ് ആണ് ഡെഫിനറ്റ്ലി. തനിക്കിത് എന്തിന്റെ കേടാണ് ബ്രോ? ഞാൻ എത്ര നേരം കൊണ്ട് ട്രൈങ് ആണ്. ബ്രോ, ഈ തമിഴ് നടി അവക്കടെ സൈസ് എത്ര ആയിരിക്കും മച്ചാനെ? ഒരു 36 സി എങ്കിലും ഉണ്ടാവും. പോടാ, അത്ര ഉണ്ടാവുള്ള. ഒരു 38D എങ്കിലും അതുണ്ടാവും മച്ചാനെ, എന്തായാലും ഉണ്ടാവും. ഒന്ന് പോവാ, അതൊക്കെ ഒരു കൊട്ടക്കലാസി കുടിപ്പിച്ചോരിക്കും, അതൊക്കെ പേടാണ്. ബ്രോ, നിനക്കൊന്നും അറിയാൻ പാടില്ല, കാരണം നീ വെറും കുട്ടിയാണ്. ഇത് നമ്മുടെ ആംബ്രോസ് അല്ലേ എന്ന് എപ്പോഴും പബ്ലിക്കിൽ നടന്ന ഒരു ഇൻസിഡന്റ് എന്നെ മിക്ക സ്ഥലത്തും ഇപ്പൊ അത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ എനിക്ക് അറിയില്ല. എല്ലായിടത്തും എന്നെ മിക്ക പിള്ളേർക്കും എന്നെ ഇപ്പോഴും ബാലു വർഗീസ് എന്നുള്ള പേര് അറിയാവുന്ന ആൾക്കാര് ഇപ്പൊ ആയി വരുന്നേക്കെ ഉണ്ടാവുള്ളൂ. എന്നാൽ മിക്ക ആൾക്കാരും എന്നെ ആംബ്രോസെ എന്ന് പറഞ്ഞാൽ വിളിക്കാറുള്ളൂ, അല്ലാതെ ബാലു വർഗീസ് എന്ന് പറഞ്ഞ ഇതുവരെ എന്നാരും വിളിച്ചിട്ടില്ല. എന്നെ ഇന്റർവ്യൂലൊക്കെ വരുമ്പോഴാണ് ആൾക്കാർ ബാലു വർഗീസ് എന്നൊക്കെ പറഞ്ഞ ഫുൾ നെയിം ഒക്കെ വിളിക്കുന്നത്, അല്ലാണ്ട് ആരും എന്നെ ഫുൾ നെയിം ഒന്നും. എല്ലാവരും മിക്കവാറും ആംബ്രോസെ എന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. ആംബ്രോസ് അല്ലെങ്കിൽ മച്ചാൻ അത് തന്നെയാണ്. ഇരട്ടപ്പേരൊന്നുമല്ല, ആ പേരാണ് എന്റെ ഇരട്ടപ്പേര്. ഇരട്ടപ്പേരും എല്ലാ പേരും. കമ്മിങ് ടു യുവർ ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഞാൻ VKPയുടെ മരുഭൂമിയിലെ ആന പടം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ആഡം പ്രൊഡക്ഷൻസിൻ്റെ ലിജോ ഡയറക്റ്റ് ചെയ്യണ പടമാണ്. രമണി ചേച്ചിയുടെ നാമത്തിൽ നിന്നൊരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്ത ആളാണ് ലിജോൻ്റെ അടുത്ത പടം. ആ പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള പടങ്ങൾ ഞാൻ അങ്ങനെ കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, പറഞ്ഞ് വെച്ചിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഏറ്റവും ഇപ്പോൾ വരാൻ പോണൊരു നല്ലൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഐറ്റം വരുന്നത് ഹണിബി 2 ആണ്. ജൂലൈ ആകുമ്പോഴത്തേക്കാണ് ഷൂട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് ഒരു ഡ്രീം ഓഫ് ബിക്കമിങ് ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ പോകുന്നൊക്കെ കേട്ടായിരുന്നു, അത് സത്യമാണോ? അത് എൻ്റെ ഇടയ്ക്കല്ലേ, ആക്ച്വലി ഹണീബിക്ക് മുമ്പായിരുന്നു. ഹണീബിക്ക് മുമ്പാണ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേട്ടൻ്റെ കൂടെ, ചേട്ടൻ്റെ ഷോർട്ട് ഫിലിംസിലൊക്കെ എൻ്റെ ചേട്ടനാണ് ലാൽ ജൂനിയർ. സോ ജീവൻ്റെ കൂടെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്നിട്ടുണ്ട്. ജീവൻ്റെ ഷോർട്ട് ഫിലിമിനും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഹണീബിയുടെ സമയത്ത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ആദ്യം വന്നത്. നമ്മൾ എഴുത്തു തുടങ്ങിയ കാര്യങ്ങൾ, നമ്മൾ ഒരു ഫ്ലാറ്റ് എടുത്ത് എഴുത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ അടുത്ത് പറഞ്ഞത് ആംബ്രോസ് എന്ന ക്യാരക്ടർ നീ ചെയ്യണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞത്. സോ അത് കഴിഞ്ഞ് ആംബ്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഡയറക്ഷൻ എന്ന് പറഞ്ഞൊരു അതൊരു വലിയ പരിപാടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ അടുത്തറിയും തോറും ഇത്
ഇതല്ല നമുക്ക് അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. സോ ഞാൻ ഇപ്പോഴൊന്നും ആയിട്ടില്ല, ഡയറക്റ്റ് ചെയ്യാറൊന്നും ആയിട്ടില്ല. അതിന് ഒരു ഇത്തിരി കൂടി കഴിയണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ ഇനി പറ്റിയാൽ വേണമെങ്കിൽ ഒക്കെ ഡയറക്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഒരു ദുരുദ്ദേശവും ഇല്ല. Well, thank you so much for coming to Star Jam, Balu. Thank you All the best. Thank you. എനിക്ക് നാളെ താങ്ക് യു. ആംബ്രോടാ മതിയുടെ പാടപ്പാ ഒന്ന് പാടാ പോർക്കെ എല്ലാത്തിനും ധൃതി പിടിക്കണം. ഐസ് കമ്മിങ് ചെയ്യല്ല ചെയ്ത് തീർക്കണ്ടേ.